കഴിഞ്ഞ ദിവസം നമ്മുടെ അഖിൽമാരാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു ഗൈസ്. ഇതിനകത്ത് വന്നിരുന്നിട്ട് പ്രഗ്നൻസിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഇത് പറയും, നിങ്ങൾ കേൾക്കണം. എന്തിന്റെ സുഖേടാ? ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവിടെ പ്രസവിച്ചിട്ട് പോയിരുന്നു, ആ 2 കിലോ അരി ഇടിച്ചോളൂ. മാരാറുടെ ഭാവനയിലുള്ള പ്രഗ്നൻസി ഇതാണെന്ന് തോന്നുന്നു. പുറശത്ത് DJ മൈക്കൊക്കെ വെച്ച് മറ്റേ ലൈറ്റ് ഒക്കെ കെട്ടി നോക്കിയിട്ട് ചേച്ചിമാരെ അപ്പുറത്ത് പാത്രം കൂട്ടി പ്രസവിക്കടി നാക്കിന് നരമ്പില്ലെന്ന് വെച്ച് വായിത്തൊന്ന് പറഞ്ഞ് തല്ലുണ്ട് ഞാൻ കണ്ട. ഇങ്ങനത്തെ ഒരു പ്രസവം മോഡലാണ് അഖിൽമാരാറിന്റെ സ്വപ്നത്തിൽ കാണുന്ന പ്രസവം എന്നാണ് എനിക്കത് കേട്ടപ്പോ ഫീൽ ചെയ്തത്. ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിന് പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് നീ കുത്തിയിടുന്ന പപ്പായ പോലെ കിടക്കൂ അക്കിടക്കൂ ഇങ്ങനെയായിരുന്നു ചെയ്തിരുന്നു. ഒട്ടും പെയിൻ ഇല്ലല്ലോ. പ്രസവിക്കുന്ന സമയത്ത് പെയിൻ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ഭയങ്കര സുഖമാണ്. അത്രയും എൻജോയ് ചെയ്തിരുന്ന. എനിക്കറിയില്ല ഈ പ്രസവ വേദന എത്ര സ്ത്രീകൾ എൻജോയ് ചെയ്യുന്നത്. ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാ സിസേറിയനുമായി ആകെ എന്തായി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ ഇപ്പൊ പേരല്ലല്ലോ കീറ്. നമ്മുടെ ഇന്ത്യയില് 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് 25 ഡെത്തുകളാണ് ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശു മരണ നിരക്ക് 25 എന്നുള്ളതാണ് 2023 കണക്ക് പ്രകാരം നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മുടെ IMR ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് 1981 110 ആയിരുന്നു. 1000 കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ 110 പേര് മരിച്ചിരുന്നു. 91 ആയ സമയത്ത് അത് 80 ആയി. 2000 ആയ സമയത്ത് അത് 66 ആയി. ഡേറ്റകൾ മാത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 1980-90കളിലെക്കാളും എത്രയോ താന്നിരിക്കുന്നു നമ്മുടെ IMR. അന്ന് 110 ആയിരുന്നെങ്കിൽ ഇന്ന് 23 വന്നിരിക്കുന്നു. ഈ സാധനത്തിനെയാണ് അഖിൽമാരാർ വന്നിരുന്നിട്ട് പറയുന്നത് പണ്ടത്തെ സ്ത്രീകൾ സിമ്പിളായിട്ട് പോയി പ്രസവിച്ചിട്ട് വരുന്നതാണ്. ഇതിനെ ജനറലൈസ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ കണക്കുകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.